ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മയോടെ പറഞ്ഞിട്ട് പോയത് ഞാൻ 4:30 ആകുമ്പോൾ വരും. എല്ലാ ദിവസവും വരും. പപ്പ ഇല്ലാത്തത് കൊണ്ട് അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാ ദിവസവും വരും. പണിക്ക് എവിടെ പോയാലും വരും, രാത്രി വരും. വന്നിട്ട് രാവിലെ 4:30 എണീറ്റ് പോകും. എല്ലാ ദിവസവും ഇങ്ങനെ ജോലിക്ക് പോകാറുണ്ട്? ജോലി ഉള്ളപ്പോൾ മാത്രമാണ് പോകാറുള്ളത്, അല്ല എല്ലാ ദിവസവും? എല്ലാ ദിവസവും ഒന്നും പണി കിട്ടത്തില്ല. ജോലി കിട്ടുമ്പം പോകും, ഇല്ലാത്തപ്പം ഈ ആക്രിയൊക്കെ പറക്കി വിൽക്കുമായിരുന്നു. അങ്ങനെ നടക്കുമായിരുന്നു. എല്ലാ ദിവസവും അവൻ നേരത്തെ ട്രെയിനിൽ നിന്നൊക്കെ വീണിട്ട് തലയ്ക്കൊക്കെ പരിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ സുഖമായി, ആൾ കുഴപ്പമില്ല, നല്ല. പിന്നെ എന്ത് ജോലിക്കും പോകുന്ന ആളാണ്. ചാണകം കോരാൻ വിളിച്ചാലും പോകും. ജോയി എല്ലാ ജോലിക്കും പോയിരുന്നു? എല്ലാ ജോലിയും ചെയ്യാറുണ്ട് ജോയി? എന്ത് ജോലിക്ക് വിളിച്ചാലും പോകും. ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകും. ചുമ്മാ 5 മിനിറ്റ് വീട്ടിലിരിക്കില്ലെങ്കിൽ ഒരു ചാക്ക് കൊടുത്തോണ്ട് പോകും ആക്രി വിറക്കാൻ. അങ്ങനെയൊക്കെ പോകുവാൻ. നേരം വീട്ടിൽ കാണില്ല, എപ്പോഴും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അവൻ തന്നെ നടന്ന് വീട്ടിലുള്ള ചിലവല്ല, നല്ല വരുമാനമൊന്നും ഇല്ലല്ലോ, ഇതേ ഉള്ളൂ. അന്ന് പോകുന്ന നേരം അമ്മയടുത്ത് എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിരുന്നു? അന്ന് പോകാൻ നേരത്ത് ജോലിക്ക് പോവാണെന്നോ അങ്ങനെ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിരുന്നു? പറയും, വേസ്റ്റ് വരാനാണ് പോണേന്ന് പറയും. വെള്ളത്തിൻ്റെ അകത്ത് ചെളിയിലാണ് കിടക്കുന്നത്, വേസ്റ്റിന് കക്കൂസാണ് വാരാൻ പോണേന്ന് പറഞ്ഞുകൊണ്ട് പോകും. അമ്മ പറഞ്ഞിരുന്നോ ഈ ജോലി വേണ്ട, പോകണ്ട? വിലക്കും പോകണ്ട, ഇതിൽ പോകണ്ട, നീ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഞാൻ കേൾക്കില്ല. ഞാൻ ചോദിക്കണ പൈസ എനിക്ക് തരും, ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. ജോയിക്ക് പൈസ അങ്ങനെ വീടിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ജോയി പോയതല്ലേ? വീടിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ജോയി? അങ്ങനെയുള്ളൂ, ഒന്നുമില്ല. വീട് സ്വന്തമായിട്ടില്ല. അവൻ എപ്പോഴും ഒരു ദുഃഖമുണ്ട്, വീട് നല്ലതില്ല, ഒരു ടോയ്ലറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. അമ്മയ്ക്ക് ഞാൻ ടോയ്ലറ്റ് വെട്ടിത്തരാമേ എന്ന് പറഞ്ഞ് നടന്നു. എല്ലാ ദിവസവും വീട്ടിലെത്തുമായിരുന്നു? ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും, എല്ലാ ദിവസവും വരും. വരുമ്പം എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരുമോ? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടും വരും, പൈസ തരും. കടയിറങ്ങുന്ന പലഹാരം വാങ്ങിച്ചുകൊണ്ട് വരും, പഴമോ എന്ത് അഭിപ്രായം പറഞ്ഞാൽ മതി, എപ്പോഴായാലും വാങ്ങിച്ചുകൊണ്ട് തരും. വീട്ടിൽ വന്നാൽ വീട്ടിൽ തന്നെ ഇരിക്കും? വീട്ടിൽ വന്നാൽ കുളിച്ചും കൊണ്ട് കസേരയിലിരിക്കും. ചിലപ്പോഴും അവൻ്റെ അടുത്ത് വന്ന് കുറേ സമയം ഇവിടെ ഇരിക്കും, എന്നിട്ട് വീട്ടിൽ വരും. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ജോയിക്ക്? ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഒരു സഹായിയായിട്ടാണ് അവൻ ജീവിച്ചത്. ഇഷ്ടംപോലെ, ആർക്കൊന്നുമില്ലെന്ന് പറഞ്ഞാൽ വീട്ടിലില്ലെങ്കിലും സഹായിക്കും അവൻ. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. സഹോദരൻ്റെ വാർത്ത എപ്പോഴാണ് അറിയുന്നത്? എന്തോ സഹോദരൻ്റെ വാർത്ത എപ്പോഴാണ് അറിയുന്നത്? ഇതേപോലെ ഈ തോടിൽ അകപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ എപ്പോഴാണ് അറിയുന്നത്? കാണാതായി അന്ന് രാവിലെ ഞാനവിടെ താഴെ ഷോപ്പിലുണ്ടായിരുന്നു. ഷോപ്പിലവിടെ വന്നിട്ട് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, നിൻ്റെ ആങ്ങളെ ജോയിയല്ലേ, അവനെ കാണാനില്ല എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്, അമ്മയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മ വിളിപ്പിച്ചു. അപ്പോൾ അന്നേരം അമ്മ ചർച്ചിൽ പോയിരുന്നു. അന്നേരം തന്നെ അറിഞ്ഞു. പക്ഷേ ആൾ ഇതാണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിട്ടില്ലായിരുന്നു. കാരണം ഫോട്ടോ ഇല്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞിട്ടുണ്ട്, കൺഫേം ചെയ്തു. ഈ വഴിയൊക്കെ, ഈ വീട്ടിലേക്കുള്ള വഴിയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണല്ലോ, അപ്പോൾ അത് ശരിയാക്കണം എന്നൊക്കെ എപ്പോഴെങ്കിലും ജോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു? വഴിയാക്കണം, വഴക്കൊരെണ്ണ എനിക്ക് വഴി വെട്ടിത്താ, വഴിയില്ല. ഞാൻ വീഴല് ചെയ്ത് 2-3 പ്രാവശ്യം വന്ന് വീഴുന്നു. അവിടെ തിട്ടയിന്നും താഴെ വന്ന് വീഴുന്നു. എനിക്ക് വഴി ആർക്കും ഒരു സാമ്പത്തികവും ഇല്ല വഴിക്കുള്ള. അങ്ങനെ കിടന്നു. വീടൊന്ന് പുതുക്കി പണിയണം എന്നുള്ളത് ജോയിയുടെ ആഗ്രഹമായിരുന്നു? എങ്ങനെയാണ്? ഭയങ്കര ആഗ്രഹമായിരുന്നു അവന്, വീടില്ലാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ജോയി എന്തുകൊണ്ടാണ് കല്യാണം വിവാഹം കഴിക്കാതിരുന്നത്? വിവാഹ ജീവിതം വേണ്ടെന്ന് കഴിക്കണവന് കൂടുതൽ താല്പര്യമില്ല. അങ്ങനെയൊക്കെ നടക്കും. ഈ പണിക്ക് വേണ്ടിയിട്ട് ഇത് തന്നെ അവൻ്റെ പണി. ഈ വേസ്റ്റ് വാരക്കം ഇങ്ങനെയുള്ള പണി വയനാട് പല സ്ഥലങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ അങ്ങ് പോകും. പിന്നെ കറങ്ങി ഇങ്ങനെ നടന്നു പണി, എല്ലാ പണിക്കും പോകും. നമ്മൾ ചെയ്യാത്ത പണി അവൻ ചെയ്യും. അത്രയ്ക്കും ആ ഒരു ഇതാണ്. ഈ വെറും വേസ്റ്റ് കച്ചറയിലും അവ ഇറങ്ങും. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. അവ ഇറങ്ങി പണി. അതുകൊണ്ട് ഇവനെ വന്ന് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ആയിരുന്നു.
കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ റെയിൽവേയുടെയോ ആരെങ്കിലും ബന്ധപ്പെടുകയോ അവരെന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിരുന്നു? എങ്ങനെ? റെയിൽവേയുടെ ആരെങ്കിലും ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഇപ്പോൾ മേയർ അടക്കം ഇവിടെ വന്നിരുന്നല്ലോ, മേയർക്ക് എന്താ പറഞ്ഞു വന്നിട്ട്? ഇങ്ങനെയുള്ള ഈ കാര്യം തന്നെ ചോദിച്ചത്, ഇങ്ങനെയുള്ള പണിക്ക് നേരത്തെ പോകുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതേ ചോദിച്ചു, അങ്ങനെ ചോദിച്ചുള്ളൂ. ഈ വീട് വെക്കാൻ എന്തെങ്കിലും സഹായം തരാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? സഹായം തരാമെന്നൊന്നും പറഞ്ഞില്ല, സഹായം തരാമെന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് അവർ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചു, അപ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ.